ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതി ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചു. നാളെ പുതിയ പദ്ധതിയാണ്. പുതിയ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നൊന്നും അറിയില്ല. പുതിയ പദ്ധതി നിലവിൽ കുറേ മാറ്റങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാന മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനം, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പഴയ പദ്ധതിയുടെ ലക്ഷ്യമെങ്കിൽ ഇത് വികസന ഭാരതം എന്നുള്ള സങ്കല്പത്തിലൂന്നിയാണ് പ്രവർത്തനം നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു മാറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നിലവിൽ പദ്ധതി പ്രവർത്തിച്ചത്. മറ്റത് ആസ്തി നിർമ്മാർജ്ജനം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ അല്ല, ഒരു ഫോട്ടോ കാണാൻ ഇടയായി. അപ്പം ആരെഴുതിയതാണെന്ന് അറിയില്ല, എന്നാലും മൂപ്പർ എഴുതിയത് ഇങ്ങനെയാണ്: ഇന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാന ദിവസം. പാവപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചൊരു പദ്ധതി. സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ ഒരു ഭൂരിഭാഗം ജനതയെ പഠിപ്പിച്ചൊരു പദ്ധതി. മൊബൈൽ ഉപയോഗിക്കാൻ അറിയാത്തൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചൊരു പദ്ധതി. താൻ എത്ര ജോലി ചെയ്തു എന്ന് അളവെടുത്ത് കൂലി വാങ്ങാൻ പഠിപ്പിച്ചൊരു പദ്ധതി. അങ്ങനെ ഒരു പദ്ധതിക്ക് ഇന്നിതാ മരണമോയി. തൊഴിലിരിപ്പെന്നും തൊഴിലുറക്കമെന്നും ഒക്കെ അധിക്ഷേപിച്ചവർക്ക് മുന്നിൽ കിണറുകൾ കുത്തി കുളങ്ങൾ നിർമ്മിച്ചും തോടുകൾ കയറി വിരിച്ചു അങ്ങനെ സാധാരണക്കാർക്കും കർഷകർക്കും ഒരേപോലെ പ്രയോജനം ചെയ്ത എത്ര പ്രവൃത്തികൾ. ഒരു നേരത്തെ മരുന്നിനായി മകളുടെ മുന്നിൽ കൈ നീട്ടാതെ, മക്കളുടെ ഫീസ് അടയ്ക്കാൻ എന്തിനും ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ ഭർത്താവിനോടോ മക്കളോടോ കൈ നീട്ടാതെ, എടുത്തെടുത്ത് പറയാൻ എത്രയോ കാര്യങ്ങൾ. തൊഴിലാളികളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ട് കുറച്ച് ജീവനക്കാരും പിൻവാതിൽ നിയമനമെന്നും കരാർ നിയമനമല്ലേ എന്നൊക്കെ അധിക്ഷേപിക്കപ്പെട്ടെങ്കിലും ഈ പദ്ധതിയുടെ തുടക്കം മുതൽ ഇതിനായി പ്രവർത്തിച്ചേക്കാൻ അക്ഷരാർത്ഥത്തിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാത്രിയെന്നോ പകലെന്നോ അവധി ദിവസമെന്നോ നോക്കാതെ മേലുദ്യോഗസ്ഥർക്ക് നൽകുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാനും തൊഴിലാളികൾക്ക് വേതനം താമസം കൂടാതെ നൽകാനും ഒക്കെയായി കഷ്ടപ്പെട്ടവർ. അവരോടുകൂടി ഓർക്കാതെ ഇന്നത്തെ ദിവസം പൂർത്തിയാകില്ല. ഇത് ഒരാൾ ആരാണ് എഴുതിയെന്ന് അറിയില്ല, പക്ഷേ എന്നാലും തൊഴിലുറപ്പിനെ സംബന്ധിച്ചോളം ഇത് അക്ഷരാർത്ഥത്തിൽ വലിയ അർത്ഥങ്ങളുള്ള ഒരു ഇതായിരുന്നു. അതായത് നിലവിൽ എല്ലാവർക്കും തന്നെ തൊഴിലുറപ്പിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരായിരിക്കും, പക്ഷേ ബാങ്ക് അക്കൗണ്ട് എടുത്ത് അതേമാതിരി തന്നെ ഇപ്പോൾ എല്ലാ തൊഴിലാളികൾ പോലും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ കുറേ മാറ്റങ്ങൾ തൊഴിലുറപ്പ് കൊണ്ട് ഈ പലരും പറയുന്നുണ്ട് തൊഴിലിരിപ്പാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പലരും പറയുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും തൊഴിലുറപ്പ് എന്താണെന്ന് തൊഴിലുറപ്പ് ചെയ്യുന്നവർക്കും തൊഴിലുറപ്പ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. തൊഴിലുറപ്പ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നിലവിൽ അക്ഷരാർത്ഥത്തിൽ ഇന്നത്തോടു കൂടി നിലച്ചു. തൊഴിലുറപ്പ് എന്നുള്ള പദ്ധതി തന്നെ നിലച്ചു. ഇനിയിപ്പം കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒക്കെ വീതങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി അതിൽ തന്നെ പറയുന്നുണ്ട് 2 മാസം അവധി തരണം എന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് തൊഴിലാളികൾക്ക് 125 ദിവസം കിട്ടുമെന്ന് തൊഴിലാളികൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് നിലവിൽ 2 മാസത്തെ അവധിയും അതേമാതിരി തൊഴിലുറപ്പ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത സ്ഥിതിയും അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തോടു കൂടി ആ ഉറപ്പെല്ലാം അവസാനിച്ചു. അപ്പോൾ നാളെ മുതൽ പുതിയ പദ്ധതിയാണ്, പുതിയ കാര്യങ്ങളാണ്, എല്ലാം പുതിയതാണ്. നിലവിൽ കുറേ മാറ്റങ്ങളുണ്ടെങ്കിലും ചെറിയ അതായത് നിലവിലുള്ള എല്ലാ ഇതും, അതായത് സൈറ്റ് ആയിക്കോട്ടെ, NMS ആപ്പ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കോട്ടെ, അതും അതേപോലെ തന്നെയാണ് ഉള്ളത്. ആകെ NMS ആപ്പിൻ്റെ ഇത് മാത്രമാണ് മാറുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരേ മാതിരിയാണ്. പക്ഷേ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രവൃത്തികളുടെ ചില ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികൾ കുറച്ചു. അതേപോലെ തന്നെ തൊഴിലുറപ്പ് 125 ദിവസം തൊഴിലുറപ്പ് കൂട്ടി എന്ന് പറയുന്നതോട് മുൻ വർഷങ്ങളിലൊക്കെ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയ ഫണ്ടൊന്നും ഇനി നൽകേണ്ടതുണ്ടാവില്ല. അതായത് 125 ദിവസം കൂട്ടിയാൽ പോലും കേന്ദ്രത്തിന് മുന്നേ നൽകിയിരിക്കുന്ന ഫണ്ടിൻ്റെ അത്ര ശതമാനം പോലും ഇതിലേക്ക് തൊഴിലിന് വേണ്ടി നൽകേണ്ടി വരില്ല. അപ്പോൾ 60:40 എന്ന് ഇതാക്കിയപ്പോൾ തന്നെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മാറ്റമുണ്ട്. അതായത് കേന്ദ്രം നിലവിൽ 1 കോടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 60 ലക്ഷം കൊടുത്താൽ മതി. 40 ലക്ഷം അതായത് സംസ്ഥാന സർക്കാരുകൾ എടുക്കണം. അപ്പോൾ അത് തന്നെ വലിയൊരു മാറ്റമാണ്.
പിന്നെ ബാക്കി പ്രവൃത്തികൾ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികളായിരുന്നു നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന പ്രവൃത്തി. അപ്പോൾ അത് കുറേ എന്താ പറയുക മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്, അതായത് അവർക്ക് കായികശേഷി വെച്ച് എടുക്കാൻ പറ്റുന്ന പ്രവൃത്തികൾ കൂടി പ്രവൃത്തികൾ ഉൾപ്പെടുത്തുക എന്നല്ല, പ്രവൃത്തികൾ കണ്ടിട്ട് ആ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ നോക്കണം. അല്ലാതെ അവരെ കൊണ്ട് ഇപ്പോൾ ഒരു സ്കിൽഡ് ലേബേഴ്സ്, അതായത് വിദഗ്ധ തൊഴിലാളി എടുക്കുന്ന രീതിയിലൊന്നും അവർക്ക് 369 രൂപ വെച്ചൊന്നും എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് തൊഴിൽ വേണം. ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അതിൽ തന്നെ എന്താ പറയുക, തൊഴിലുറപ്പ് തൊഴിലാളികൾ എങ്ങനെ ജീവിച്ചു, അവരെ ഇപ്പോഴത്തെ ജീവിത നിലവാരം ശരിക്കും പറഞ്ഞാൽ വലിയ മാറ്റമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, കേന്ദ്രം മുന്നേ ഭരിച്ച ഗവൺമെൻറ് ഇറക്കിയ പദ്ധതിയാണ്. അവർക്കൊരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് അതല്ല കാഴ്ചപ്പാട്, വേറെയാണ് കാഴ്ചപ്പാട്. അപ്പം ഈ എന്താ പറയുക, തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നിലവിൽ മുന്നേ ഗവൺമെൻറ് ഇറക്കിയ കാര്യമായിരിക്കും നടപ്പിലാക്കാൻ നല്ലത്. അതായത് അവർക്ക് അൺസ്കിൽഡ് ലേബേഴ്സായിട്ട് എന്താ പറയുക, അവർക്ക് പറ്റുന്ന പണി നിലവിൽ കൊടുക്കണം, അത് ഉൾപ്പെടുത്തണം പദ്ധതി എല്ലാ കാര്യത്തിലും. അല്ലാതെ ഈ എന്താ പറയുക, കുറേ പണികളുണ്ട്, പക്ഷെ നമ്മളെ എന്താ പറയുക മലയോര മേഖലയിലേക്കൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത പ്രവൃത്തി, മയക്കുഴി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പറമ്പിൽ വലിയൊരു കുഴി കുത്താനാണ്. അപ്പോൾ ആ കുഴിയൊക്കെ കുഴിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എന്താ പറയുക, അതിൽ പറമ്പ് കൂടി നടക്കുന്നവർ തന്നെ ആ കുഴിയിൽ കാല് കുത്തി വീണാലൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ വേറെ എന്താ പറയുക, ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പല പദ്ധതികളും ഉണ്ട്. അതായത് കൃഷി തന്നെ നോക്കുകയാണെങ്കിൽ പല കർഷകരും അത് കൃഷിക്ക് അനുയോജ്യ, നമ്മളെ കേരളം പോലത്തുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ കുറച്ചും കൂടി നമ്മളെ എന്താ പറയുക ഇത് വളരും. അതേപോലെ തന്നെ ഈ അവിദഗ്ധ തൊഴിലാളികൾക്ക് കൂടുതൽ പണി ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മളെ കാർഷികമായി വലിയൊരു വളർച്ച നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൃഷിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മൺപരമ്പ് ഉൾപ്പെടുത്തണമെന്ന് പറയില്ല, പക്ഷെ മൺപരമ്പ് ചെയ്യണം. എന്നിരുന്നാൽ പോലും മൺപരമ്പ് പോലെ തന്നെ കൃഷിക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, അതായത് അവർക്ക് നൽകാൻ പറ്റുന്ന പ്രവൃത്തികൾ, ഇപ്പം പല പ്രവൃത്തികളും നിലവിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശമാണ്. അപ്പോൾ കുന്നിൻ പ്രദേശമുള്ള ഏരിയയിലൊന്നും എടുക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ് പലതും അതിൽ പറയുന്നത്. അത് പക്ഷേ പല ജില്ലകളിലും അത് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെ എന്താ പറയുക, മലയോര മേഖല പോലത്തെ കുന്നിൻ പ്രദേശങ്ങളൊക്കെ ഉള്ളിടത്തവർക്ക് നിലവിൽ ഏറ്റെടുക്കാൻ പറ്റാത്ത പല പ്രവൃത്തികളാണ് നിലവിൽ അപ്രൂവ് ചെയ്ത പ്രവൃത്തികൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിനെക്കാട്ടി നല്ലത് കൂടുതൽ എന്താ പറയുക, ഇതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഓരോരോ സംസ്ഥാനത്തിൻ്റെതായ പല സവിശേഷതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കണം. അല്ലാത്ത പക്ഷം ഈ തൊഴിലുറപ്പ് ഇല്ലാണ്ടായിപ്പം ഇതിൻ്റെ എന്താ പറയുക, പുതിയ പദ്ധതി ഇറക്കിയവരുടെ കാഴ്ചപ്പാട് നമുക്കറിയില്ല. അതിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പല സംശയങ്ങളുണ്ട്. ഫണ്ട് വീതം വെട്ടിക്കുറച്ചതോടുകൂടി തന്നെ അതിൻ്റെ ഒരു വലിയൊരു മാറ്റം വരും. എന്താ പറയുക, ഫണ്ട് കറക്റ്റ് ടൈമിന് കിട്ടുന്നില്ല. ഇനി അപ്പോൾ മുന്നോട്ട് എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ തന്നെ പല തൊഴിലാളികളും കൊഴിഞ്ഞുപോക്ക് കൂടുതലാണ്. പിന്നെ അതേമാതിരി വർക്കുകളൊന്നും കറക്റ്റ് ടൈമിന് കിട്ടുന്നില്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്തായാലും പിന്നോട്ടടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഓക്കെ, ഇത് എന്താ പറയുക, ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ ഇത് നടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇത് നടത്താൻ നല്ല ഉദ്ദേശത്തിലാണ് നടത്തുന്നതെങ്കിൽ അവർക്ക് സംസ്ഥാനത്തിന് പറ്റുന്ന പ്രവൃത്തികൾ, അതായത് സംസ്ഥാനത്ത് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർ നല്ല രീതിയിൽ, ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നല്ല രീതിയിലാണ് തൊഴിലുറപ്പ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ തുടർന്നാൽ നമുക്കും എന്താ പറയുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഏറെ പ്രയോജനമാകും. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ശരിക്കും ഇന്ന് തൊഴിലുറപ്പ്
അവസാനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അതിയായ സങ്കടമുണ്ട്. അപ്പം ഇനി പുതിയ പദ്ധതി ഇതേമാതിരി പദ്ധതി പേര് കൊണ്ട് നല്ല പേരും മാത്രമല്ല അതിൽ എല്ലാവർക്കും എന്താ പറയുക ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇതിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളായാലും ജീവനക്കാരായാലും എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അല്ലാത്ത പക്ഷം തൊഴിലുറപ്പ് ഇല്ലാതായിപ്പം അതുകൊണ്ട് അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന പകുതിയിലേറെ പേര് അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവർക്കൊക്കെ ഉപജീവന മാർഗ്ഗം ഇല്ലാണ്ടായിപ്പോൾ. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രം പറയുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുന്നു. ഏറെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.